ഒരു ക്ലാസിക് കേരള ജോബ് മാർക്കറ്റിൽ ഒരു ജോബിന് 100 അപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ പകുതിയിലധികം എന്തായിരിക്കും? PhD-കാരായിരിക്കും. ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും ഇമ്പോസ്റ്റർ സിൻഡ്രോം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ലോകം കീഴടക്കാനുള്ളൊരു ധാരണയിൽ പുറത്തിറങ്ങും, കുറേ ജോബിന് ആപ്ലിക്കേഷൻ അയക്കും, അവിടുന്ന് കുറച്ചൊക്കെ റിജക്ഷൻസ് കിട്ടും. അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിന് നല്ല ഡ്രീം ജോബൊക്കെ കിട്ടി സെറ്റിലായത് കാണും. അപ്പോൾ ഇവർക്കൊരു ഫീലിംഗ് വരും, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ലേ, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ഫീലിംഗ് വരും. അങ്ങനെ തളരേണ്ട ആവശ്യമില്ല, അതൊരു ഇമ്പോസ്റ്റർ ഫീലിംഗ് മാത്രമാണ്. അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ കാര്യം അവരുടെ ജേണി അവരുടെ മാത്രം ജേണിയാണ്, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവർ ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇതൊക്കെ അവരുടെ കൊച്ചു കൊച്ചു വിജയങ്ങളാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ കേരളത്തിലൊരു ജോബ് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ക്ലാസിക് കേരള ജോബ് മാർക്കറ്റിൽ ഒരു ജോബിന് 100 അപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ പകുതിയിലധികം എന്തായിരിക്കും? PhD-കാരായിരിക്കും. അപ്പോൾ അവര് കൂടെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്.